ഹലോ. ഇന്ന് ഹസ്ബൻഡ് തറവാട്ടിൽ നിന്ന് പനിനീർ ചാമ്പ കൊണ്ടുവന്നിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചാമ്പ. നല്ലപോലെ വെള്ളവും ഉണ്ടാവും, ഇതിൽ നല്ല മധുരമായിരിക്കുള്ളൂ. നമ്മൾക്ക് ഇത് കഴിച്ചാൽ തന്നെ നമ്മളുടെ ദാഹവും വിശപ്പും എല്ലാം മാറും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചൂടുകാലം അല്ലേ, ഞങ്ങളൊന്ന് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോഴേക്കും ചെറുത് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ വേഗം ഒരു ഐസ് കൊടുത്ത് അവൻ ഹാപ്പിയായി. അവൻ്റെ പാട് നോക്കിപ്പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രീ ആയി. പിന്നെ എല്ലാവരും ഇതിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അവൻ എന്ത് കൈ കിട്ടിയാലും ജ്യൂസ് ഉണ്ടാക്കിയും വെള്ളം കലക്കി തരയൊക്കെ അവൻ പെർഫെക്റ്റാണ്. അവൻ്റെ ജ്യൂസും നാരങ്ങ വെള്ളമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ വെറുതെ ഇരിക്കണേ നല്ലതല്ലേ, എന്തെങ്കിലുമൊക്കെ വെക്കേഷനിൽ ഇങ്ങനെ ചെയ്യിപ്പിക്കും. ആദ്യം തന്നെ ഞങ്ങൾ നല്ലപോലെ ക്ലീൻ ചെയ്തു. ഇതിൽ കണ്ടമാനം പൊടി നാരുകളും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ പ്രാണികൾ, ചെറിയ ചെറിയ പ്രാണികൾ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ശരിക്കും നല്ലപോലെ വെള്ളത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം. ചാമ്പക്കയുടെ ടോപ്പ് പാർട്ടിലായിരിക്കുള്ളൂ ആ അല്ലിയുടെ ഉള്ളിലൊക്കെ പൊടികളും പ്രാണികളും ഒക്കെ ഉണ്ടാവുക. അതൊക്കെ നല്ല രീതിയിൽ കഴുകി എല്ലാവരും അത്യാവശ്യമുള്ളത് തൽക്കാലത്തേക്ക് ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ ഞങ്ങൾ നല്ലപോലെ കഴുകി മാറ്റി വെച്ചു. എനിക്ക് ജ്യൂസ് അടിക്കണേക്കാളും ഇങ്ങനെ തിന്നാനാണ് ഇഷ്ടം. നല്ല ടേസ്റ്റിയാണ്, നല്ല വെള്ളം ഉണ്ടാവും. ചാമ്പയ്ക്ക് എല്ലാവരും ഞങ്ങൾ കഴുകി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങളൊരു കുഞ്ഞി ഇഞ്ചി കഷ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വല്ല ദഹനക്കേടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമായിരിക്കുള്ളൂ. എന്നിട്ട് പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുരുവും കളഞ്ഞ് ഓരോന്നോരോന്ന് അത് അരിഞ്ഞു വെച്ചു. ചാമ്പയ്ക്ക് ഞങ്ങൾ നന്നായിട്ട് കുട്ടപ്പനാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചു. ഇനി അതിനെ ഒരു മിക്സി ബ്ലെൻഡറിൽ ഇട്ടിട്ട് എല്ലാ കഷ്ണങ്ങളും അതിലേക്ക് അങ്ങോട്ട് ഇട്ട് പിന്നെ ഇത് അങ്ങോട്ട് ഏറ്റെടുത്തു. പിന്നെ ചാമ്പയ്ക്കട അതോ ഗതിയായിരുന്നു. അതിനെ ചിഹ്നം ഭിന്നാക്കി കളഞ്ഞവൻ മിക്സിയിലിട്ട് അടിച്ചടിച്ചടിച്ചടിച്ച് നല്ലൊരു പരുവാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ തുറന്ന് നോക്കുക. നന്നായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കുക. ഞങ്ങൾ പഞ്ചസാരയോ ഒന്നും ചേർക്കാറില്ല. പ്രത്യേകിച്ച് ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെതായ ഒരു മധുരം ഉണ്ടാവുമല്ലോ. പിന്നെ അരിക്കാറുമില്ല. അരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബർ ഫുള്ള് പോകും. അപ്പോൾ പിന്നെ ഒരു ഗുണവുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൽ കൂടെ തന്നെയാണ് കഴിക്കാറ്. ഞങ്ങൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ ചാമ്പയ്ക്കൊക്കെ തന്നെ നല്ല ജ്യൂസി ആയിരുന്നു അത്. അങ്ങനെ മോൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെയാണ് അവൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നത്. നോക്കട്ടെ, ഞാൻ അവനോട് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ കുടിച്ചത്. പക്ഷെ കുടിച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു, നല്ല മധുരവും ഉണ്ടായിരുന്നു. നമ്മൾ പഞ്ചസാര ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്